ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുഞ്ചലം നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എടുക്കുമ്പോൾ ഇതുപോലത്തെ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ചലം മാത്രമാണ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. പാവാടയുടെയും ബ്ലൗസിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ 38 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തുണി തികയാത്തതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡില്ലേ, ആ ത്രെഡ് കുറച്ചെടുക്കുക. അത് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഇതുപോലത്തെ വള്ളി എടുത്താൽ മതി. എന്നിട്ട് ഈ പീസിൻ്റെ നല്ല വശം എടുക്കുക. എന്നിട്ട് ആ ത്രെഡ് ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരിത്തിരി മേളിലായിട്ടും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ ത്രെഡ് സെൻറ്ററിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ചിനേക്കാൾ ഒരിത്തിരി കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ ത്രെഡ് എടുക്കുമ്പോൾ ആ പീസിനേക്കാളും ലെങ്ത്തിൽ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഒരു ഇത്രയാണെങ്കിലും കൂടുതൽ വെക്കാൻ മറക്കരുത്. അപ്പോൾ ദാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ അരിക് ചേർത്തൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നമ്മൾ ആ ത്രെഡിൽ പിടിച്ച് ഇതുപോലെ നമുക്ക് ജസ്റ്റ് വലിച്ചു കൊടുക്കണം. വലിക്കുമ്പോൾ ഈ ഒരു അറ്റത്ത് തന്നെ പിടിച്ചിട്ട് വലിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോൾ കട്ടിയുള്ള തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വലിക്കുമ്പോൾ പോരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തുടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വെക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് എങ്ങനെയാണ് കുഞ്ചലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 ഇഞ്ചസ് ലെങ്ത്തിലും 4 ഇഞ്ചസ് വിഡ്ത്തിലും ഞാൻ 10 പീസസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയവർക്കാണെങ്കിൽ 15 പീസസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പീസസ് സ്കേർട്ടിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെയും മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് ടോപ്പിൻ്റെ കളറ്. അപ്പോൾ ഈ കളറിലും ഞാൻ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്ക്വയർ പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഏകദേശം പകുതിയുടെ അടുത്ത് വരുന്ന അത്രയാണ് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരികൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറച്ചെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കപ്പിൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു പീസും കൂടി കാണിക്കുകയാണ്. ആദ്യം ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ മറച്ച് വെച്ചിട്ട് ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്തായിട്ടുള്ള ആ ഒരു സൈഡ് ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു അരിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരിക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത്
നമുക്കൊന്ന് മറച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കപ്പിൾ റെഡി ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് നമ്മുടെ കപ്പിൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വള്ളിയുടെ അരികത്തായിട്ട് കപ്പിൾ വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു വള്ളി നമുക്ക് ആ സ്കേർട്ടിൻ്റെ പടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വള്ളിയിലൊരു പിൻ കുത്തിയിട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെ പടിയിൽ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അഴിച്ചു മാറ്റാം. ഇനി ഒരു സ്ക്വയർ പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ സൈഡ് ജസ്റ്റ് ഒന്ന് ചെരിച്ച് ഇതുപോലെ മടക്കി വയ്ക്കുക. എന്നിട്ടൊരു പിൻ കുത്തി കൊടുക്കാം. നമ്മുടെ ആ വള്ളിയുടെ തുമ്പ് ഇതിലൂടെ കയറ്റി കൊടുക്കണം. ഇവിടം വരെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു അരിക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ആ വള്ളിയുടെ അരികത്തായിട്ട് കപ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ വള്ളിയുടെ അരികത്തും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പീസും കൊണ്ട് നമുക്ക് ആ കപ്പിൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മറ്റേ വള്ളിയുടെ അരികത്തായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീസസ് ഞാനിവിടെ കപ്പിളാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കപ്പിളും ഇതിലേക്ക് ഈ ഒരു വള്ളിയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് തുന്നിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ആ കപ്പിളിൻ്റെ ഉള്ളിലൂടെ സൂചി കയറ്റിയെടുക്കുക. നൂലിൽ കെട്ടിട്ടിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട്. എന്നിട്ട് ആ താഴെയുള്ള കപ്പിളിൻ്റെ മേൽഭാഗം മൂടുന്ന രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് ആ വള്ളിയിൽ വെച്ച് തുന്നിക്കൊടുക്കാം. തുന്നി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു കെട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത കപ്പിൾ എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡൻ കളറാണ് എടുത്തത്. ഇനി നമുക്ക് ഗ്രീൻ കളറ് കപ്പിൾ എടുത്തിട്ട് വെച്ച് തുന്നി കൊടുക്കണം. ആ ഗോൾഡൻ കളറ് കപ്പിളിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് തുന്നി കൊടുക്കാം. ഇനി അടുത്ത കപ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ സൂചി കയറ്റാം. ഇനി ആ വള്ളിയുടെ രണ്ടാമത്തെ തട്ടിലെ കപ്പിളൊക്കെ മൂടുന്ന രീതിയിൽ ഇതുപോലെ മേളിലായിട്ട് 2 കപ്പിളും കൂടി നമുക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ വലിയ പെൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ വെക്കുന്ന വള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടിൽ തന്നെ 3 കപ്പിളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊരു വയസ്സുള്ള കുട്ടിയുടെ സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓരോ തട്ടിലും 2 കപ്പിൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ കപ്പിളും കൂടി വെച്ച് കൊടുക്കാം.
ഓരോ തട്ടിൽ ഓരോ കളേഴ്സ് വെക്കുന്നതിന് പകരം ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ തന്നെ ഈ വള്ളിയുടെ അരികും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കുഞ്ചലം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ചലം കാണാനായിട്ട് നല്ല രസമുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സ്കേർട്ടും ടോപ്പിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മോഡൽസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.